Good afternoon, all of you. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അംബുജം അംബുജം അല്ലേ, അതാണ് നമ്മൾ പഠിച്ചത്. അപ്പോ ആ ഇ ഈ കാണാതെ പറയാൻ പഠിച്ചോ എല്ലാവരും? ഒന്ന് പറഞ്ഞു നോക്കിയേ. ആ ഇ ഈ ഉ ഊ ഇറ് എ ഐ ഓ ഔ അം ഓക്കെ, ഗുഡ്. അപ്പൊ എല്ലാവരും അത് പറയാൻ പഠിച്ചു അല്ലേ? ഓക്കെ, ഇന്ന് മിസ് കാണിച്ചു തരാം അത്. അപ്പൊ നമ്മൾ ആദ്യം പഠിച്ചതാ ആരാനാത്തപ്പ പഠിച്ചു. അതൊക്കെ എല്ലാവരും എഴുതാനും പഠിച്ചില്ലേ? അപ്പൊ ഇതേത് അക്ഷരം? ഇതേത് അക്ഷരം? ആ അല്ലേ? ആ എന്ന അക്ഷരം ഇത് അല്ലെ. ഇത് ചേർത്ത് ഏതൊക്കെ വാക്കുകൾ നമ്മൾ പഠിച്ചു? ഇത് ചോദിക്കുന്ന ഇത് വെച്ച് നമ്മൾ ഏതൊക്കെ വാക്കുകളാ പഠിച്ചത്? ആ അമ്പിളി, അമ്മ, അച്ഛൻ, അറ, അല. ഓക്കെ, അപ്പൊ മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ആ വെച്ച് 2 പദങ്ങൾ എഴുതാൻ പറഞ്ഞാലോ അല്ലെങ്കിൽ 3 പദങ്ങൾ ഇത് വെച്ച് 2-3 വേർഡുകൾ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനാവില്ലേ അല്ലേ? പറയാൻ ആ അമ്പിളി, ആ അമ്മ, ആ അച്ഛൻ. ഓക്കെ, മനസ്സിലായില്ലേ എല്ലാവർക്കും? അപ്പൊ ഇതാണ് ആ അല്ലേ? ഇത് എഴുതാനായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത്. നമുക്കത് പഠിക്കുന്നതിന് മുമ്പേ ഒന്നുകൂടി മിസ് ഇത് പറഞ്ഞതിന് ശേഷം എഴുതരാ വീണ്ടും. ഓക്കെ, അപ്പൊ ആ വെച്ച് ആ അമ്മ, ആയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അല്ലേ? ആ അമ്മ. ഓക്കെ, ആ അമ്പിളി, ആ അച്ഛൻ, ആ അറ, ആ അല. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? ആ അല്ലേ? ആന. പറഞ്ഞേ ഇതിന് ഏതൊക്കെയാണ് പഠിച്ചത്? ഓക്കെ, ആന, ഓക്കെ. അപ്പൊ ആ വെച്ച് നമ്മള് ആന, ആമ, ആട്, ആഹ അല്ലെ? ഇതൊക്കെ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ആ വെച്ച് 2 പദങ്ങൾ പറയുക എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് അറിയാലോ. ആന, ആ ആട്. ഓക്കെ, all of you listen here. ആന, ആ ആട്. കണ്ടോ? കണ്ടോ? നെക്സ്റ്റ് ഏതാണ്? ആ കഴിഞ്ഞ ഏതാണ്? അല്ലേ? ഈ വെച്ച് നമ്മൾ ഏതൊക്കെ വേർഡുകളാ പഠിച്ചത്? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് ഇഞ്ചി, ഇര, ഈറ അല്ലേ? ഓക്കെ, ഈ ഇര, ഈ ഇമ, ഈ ഇഞ്ചി, ഈ ഇറ. ഓക്കെ, ഏതൻ മനസ്സിലായോ? ഏതൻ? ഓക്കെ, അപ്പോ ഇതേതാ അക്ഷരം? ഇതേതാ അക്ഷരം? ഏതാ ഷഹലേ? ഈ അല്ലേ? അപ്പൊ ഈ വെച്ച് നമുക്ക് 2 പദങ്ങൾ പറയാൻ പറഞ്ഞ ഏതൊക്കെ പറയാ? ഇല പറയാ, ഇഞ്ചി പറയാ അല്ലേ? കൊറേ നമ്മൾ പഠിച്ചു അല്ലേ? ഇല, ഇഞ്ചി, ഇമ, ഇര, ഇറ അല്ലേ? ഈ. ഓക്കെ, നെക്സ്റ്റ് ഏതാണ്? പറഞ്ഞേ. ഈ വെച്ച് ഏതാ പഠിച്ചേ? ഈച്ച, ഈത്തപ്പഴം. അപ്പൊ ഇതെന്താണ്? ഈ
ഈ ഈച്ച, ഈ ഈറ്റ, ഈ ഈത്തപ്പഴം. നെക്സ്റ്റ് ഇതേതാ? ഇതെന്താ വായിക്കുക? ഊ അല്ലേ? ഓക്കെ. കുറി, ഉറുമ്പ്, ഉരൽ, ഉളി, ഉറ, ഉറുമ്പ്, ഉറി, ഉരൽ. അപ്പൊ ഇതേതാണ് അക്ഷരം? ഊ. പറഞ്ഞു എല്ലാരും? ഓക്കെ. മനസ്സിലായി അല്ലേ? ഇതോ? ഊ വെച്ച് പദങ്ങൾ പറഞ്ഞേ. സ്റ്റാർട്ട് ചെയ്യുന്ന പദങ്ങള് ഊഞ്ഞാൽ, ഊഞ്ഞാൽ, നെക്സ്റ്റ് ഊത്ത്, ഉലുവടി. ഓക്കെ. ഉലുവടി. നെക്സ്റ്റ് ഏതാണ് അക്ഷരം? അടുത്ത ഏതാണ്? ഇറ് അല്ലേ? ഇറ് വെച്ച് പദങ്ങളെ പറഞ്ഞേ. ഋഷി, ഋതു, ഋണം, ഋഷഭം. ഓക്കെ. ഇതേതാണ്ടോ ഇറ്? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇറ്. ഓക്കെ. കണ്ടോ? ഇഷാനി കാണുന്നുണ്ടോ? ഇഷാനി? ഓക്കെ. അല്ലേ? ഋഷി, ഋതു, ഋണം, ഋഷഭം. ഇതാണ് ഇറ്. ഉണ്ടോ? ഏതാണ്? ഇറ് കഴിഞ്ഞാലോ ഏ അല്ലേ? ഏ അല്ലേ? ആണോ ഏ? ഓക്കെ. മനസ്സിലായോ? അപ്പൊ ഏ എലി, ഏ എരുമ, ഏ എട്ടുകാലി, ഏ എണ്ണ, എള്ള്, എത്ര. കൊറേ പദങ്ങൾ പഠിച്ചു അല്ലേ നമ്മൾ? ഏ വെച്ച് ഏയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കൊറേ പദങ്ങൾ, ഏയിൽ ആരംഭിക്കുന്ന കൊറേ പദങ്ങൾ പഠിച്ചു. ഏ എലി, ഏ എരുമ, ഏ എട്ടുകാലി, എണ്ണ, എള്ള്, എത്ര. ഇതെന്താ നിരാശ തലയിൽ വെച്ചേ? ഇതെന്താണ് നിരാശക്കുട്ടി? എന്താ കയ്യില്? മിസ്സിനെ പേടിപ്പിക്കാനാണോ? അയ്യോ, ഞാൻ പേടിച്ചു പോയി. ഓക്കെ. നെക്സ്റ്റ് ഏതാ? ഏ അല്ലേ? ഇതാ ഇവിടെ ശ്രദ്ധിച്ചെല്ലാവരും. ഓക്കെ. ഏ ഏലി, ഏ ഏലം, ഏ ഏത്തപ്പഴം, ഏ ഏഴ്, ഏ ഏത്തം. ഓക്കെ. മനസ്സിലായില്ലേ? ഏയിൽ വെച്ച് എത്ര പദങ്ങളല്ലേ നമ്മൾ പഠിച്ചു? ഏയിൽ ആരംഭിക്കുന്ന കുറെ പദങ്ങൾ പഠിച്ചു അല്ലേ? നെക്സ്റ്റ് ഏതാണ് അക്ഷരം? നെക്സ്റ്റ് ലെറ്റർ ഏതാ? ഐ. ഐ. ഓക്കെ. ഐ ഐരാവതം, ഐക്യം, ഐശ്വര്യം. ഓക്കെ. ഐരാവതം, ഐശ്വര്യം, ഐകമത്യം. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? ഏ ഐ കഴിഞ്ഞ നെക്സ്റ്റ് ഏതാ? ഏതാണ്? ഐ ഓ അല്ലേ? ഓ. എന്ത് പറയണേ? നെക്സ്റ്റ് അക്ഷരം ഏതാണ് നീ ചെയ്താ? ഓ. ഓ അല്ലേ നെക്സ്റ്റ് അക്ഷരം? ഓ ഒട്ടകം,
ഒട്ടകം, ഒച്ച്. നെക്സ്റ്റ് ഏതാ പദം? അടുത്ത പദം ഏതാ? ഒട്ടകപ്പക്ഷി, ഒരുമ, ഒന്ന്, ഒപ്പ്. ഇതൊക്കെ ഓയിൽ ആരംഭിക്കുന്ന പദങ്ങളല്ലേ? ഓക്കെ, ഇതാണ് ഏത്? ഇവിടെ ശ്രദ്ധിച്ച എല്ലാവരും. ഓ ഓ കണ്ടോ? ഓ. നെക്സ്റ്റ് ഓ. ഇതേതാ? ഓ, ഓല, ഓല, ഓട്, ഓണം, ഓമന. നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ ഓ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാ? ഓല, ഓട്, ഓണം. ഓക്കെ, മനസ്സിലായില്ലേ എല്ലാവർക്കും? നെക്സ്റ്റ് ലെറ്റർ ഏതാ? ഔ. ഔ പറഞ്ഞേ. ഔ. ഔഷധം, ഓക്കെ, ഔഷധം അല്ലേ? ഔലാണ് പറ്റുന്നതാ ഔഷധം. ഓക്കെ, നെക്സ്റ്റ് ഏതാ നമ്മള് പറഞ്ഞേ? ഔ കഴിഞ്ഞാൽ അം. അംബുജം. നമ്മൾ പഠിച്ചിരുന്നല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഏതാ പഠിച്ചേ? അംബുജം. അംബുജം. ഓക്കെ, അപ്പൊ അതുവരെ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ് അല്ലെ? അംബുജം. ഇനി ഒരക്ഷരം കൊണ്ട് ആ അല്ലെ? ആ എഴുതി 2 ഡോട്ട് ഇടുന്നതാണ് അംബുജം. ഓക്കെ, അപ്പൊ അംബുജം വരെ നമ്മള് പഠിച്ചു അല്ലേ? ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ആ എന്ന അക്ഷരം എഴുതാൻ പഠിച്ചു. എത്ര പേര് പഠിച്ചു ആ എന്ന അക്ഷരം എഴുതാൻ? മിസ് ഒന്ന് കൈ കാണിച്ചേ പഠിച്ചവര്. all of you take your slate എടുത്ത് എല്ലാവരും. മിസ്സിനെ ഒന്ന് എഴുതി കാണിക്കോ? ഓക്കെ, നോക്കട്ടെ ആരാ ഫസ്റ്റ് ആവുന്നതെന്ന്. വേഗം സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ, അല്ലേ? നമുക്ക് എന്താ എഴുതണ്ടേ? നമ്മള് എന്നൊക്കെ പഠിച്ചു, എഴുതാൻ പഠിച്ചു. അപ്പൊ നമുക്ക് ഇന്ന് നമ്മൾ എന്താ എഴുതുന്നത്? ആ എന്ന അക്ഷരാണ് എഴുതാൻ പഠിക്കുന്നത്. നമുക്ക് ചില്ലക്ഷരങ്ങളൊക്കെ പഠിക്കാനുണ്ട്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അത് പഠിക്കാം അല്ലെ? കയ്യൊക്കെ ഒന്ന് വളഞ്ഞ് അല്ലേ? അപ്പൊ ആ എന്ന അക്ഷരം എഴുതാം അല്ലെ? ആരാ ഫസ്റ്റ് ആവും നോക്കട്ടെ. ഞാനാണോ അല്ല നിങ്ങളാണോ നോക്കട്ടെ അല്ലേ? എല്ലാരും ഫസ്റ്റ് ആവുന്ന. മിസ്സിനെ തോപ്പിച്ചു എല്ലാവരും അല്ലേ? ഓക്കെ, നിങ്ങൾ എഴുതിയത് സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? ആർക്കാ ആവാത്ത എഴുതാൻ? ആർക്കാ മടി? അയ്യോ, എന്നാ ശകലിന് വരികയാണ്. എന്തായി? എല്ലാരും എഴുതിയോ? ഉമ്മറ എഴുതുന്നുണ്ടോ? ഉമ്മറേ, അൻവിത എഴുതിയോ? ഓക്കെ, ശകല എഴുതിയേ, വേഗം എഴുതി. ഷാനി എന്നെ സൂപ്പറായി വിളിച്ചു പുറത്തോട്ട്. ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. അപ്പോ എന്ത് ചെയ്യണം? അല്ലേ? ആ നേരത്തെ നമ്മൾ എഴുതിയില്ലേ? അവിടുന്ന് ഒന്ന് പുറത്തേക്ക് വലിച്ചു നോക്കിയേ. അത്രേ പണിയുള്ളൂ. അപ്പൊ ആന, ആമ, ആട്. ശകലേ കരയണ്ട കേട്ടോ. മെല്ലനെ പഠിച്ചാ മതി, കരയണ്ട. ഓക്കെ, കരയുന്ന കുട്ടികളെ മിസ്സിന് ഇഷ്ടമല്ല അല്ലേ ശകലേ? കരയണ്ട, മെല്ലനെ പതുക്കെ എഴുതി പഠിച്ചാ മതി കേട്ടോ. നമുക്ക് തിരക്കൊന്നുമില്ല പഠിക്കാൻ.
കരയരുത്. അയ്യോ, എന്നാ മിസ് മുട്ടായി ഒന്നും വാങ്ങിത്തരില്ല. ഇനി കാണുമ്പോൾ മുട്ടായി തരണമെങ്കിൽ കരയാതിരിക്കണം, നല്ല മോനായിട്ടിരിക്കണം. കരയോ ഇനി? കരയോ മോൻ? ഇല്ലല്ലോ. കരയരുത്. കരയാതെ എഴുതിയ എല്ലാ മക്കളും എഴുതുന്നുണ്ടോ? അതേപോലെ എഴുതിയാ മതി, കരയരുത് കേട്ടോ. ഉമ്മ മോനെ എന്തെങ്കിലും ചെയ്തോ? ഭയങ്കര മടിയാ മിസ്സേ. ഇപ്പൊ പഠിക്കാനും ഇരിക്കയില്ല, എഴുതാനും ഇരിക്കയില്ല. ഇല്ല, അപ്പൊ അവൻ കുഞ്ഞല്ലേ, അവന് ശരിയായിക്കോളും അല്ലേ മോനെ? നേരെ ഇരിക്ക്. അപ്പൊ പഠിച്ചു അല്ലേ നമ്മള്? നോക്കി ഇങ്ങോട്ട് നോക്ക് ഷഹലേ, ഇവിടെ നോക്കിയേ. അപ്പൊ അല്ലേ നമ്മള് നേരത്തെ എഴുതിയ ആ എന്ന അക്ഷരം അല്ലെ, അത് കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒരു വലി. അപ്പൊ എന്തായി? ആന എഴുതുന്ന ആ എന്ന അക്ഷരായി അല്ലേ? സിമ്പിൾ. എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ എഴുതിയ ആ ഉണ്ടോ? ഓക്കെ. അപ്പൊ എന്ന അക്ഷരം ആയി. അപ്പൊ ഇന്ന് നമ്മൾ ഏതാ പഠിച്ചത്? എന്ന അക്ഷരം പഠിച്ചു അല്ലേ? ആന, ആമ, ആട്, ആണി, ആഹ. ഇതൊക്കെ എഴുതിയത് ഈ ഒരു അക്ഷരം കൊണ്ടാണ്, കണ്ടോ? എല്ലാരും ശ്രദ്ധിച്ചേ ഇങ്ങോട്ട്. ഈ ഒരു അക്ഷരം കൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്? ആന, ആട്, ആമ. ഇതൊക്കെ എഴുതേണ്ടത് ഈ അക്ഷരം കൊണ്ടാണ് അല്ലേ? അപ്പൊ നമ്മൾ 2 അക്ഷരങ്ങൾ പഠിച്ചു. ഏതൊക്കെ? അമ്മ എന്ന് എഴുതുന്ന ആയും പഠിച്ചു, ആന എന്ന് എഴുതുന്ന ആ എന്ന അക്ഷരവും പഠിച്ചു അല്ലേ? എഴുതാൻ പഠിച്ചില്ല എല്ലാവരും? അപ്പോ ഒന്നുകൂടി എഴുതി നോക്കി രണ്ടും. ഓക്കെ, ഗുഡ് ഇഷാനി. ഈയും പഠിച്ചോ? ഇല്ല അല്ലേ? ഓക്കെ, പഠിച്ചു അല്ലേ? അപ്പൊ നമ്മളെ അക്ഷരദീപം ബുക്കിൽ, അക്ഷരദീപത്തിൽ നിങ്ങൾ എഴുതുന്ന ഹോംവർക്ക് മാത്രം എഴുതിയാൽ മതി, അതിലുള്ളത് എഴുതിയാൽ മതി. നമ്മുടെ 2 ലൈൻ ബുക്ക് ഇല്ലേ? എല്ലാവരുടെ കയ്യിലും ഉണ്ടോ 2 ലൈൻ ബുക്ക്? ഒന്ന് എടുത്തേ എല്ലാവരും. അതെവിടെ വരെ എത്തി? എന്തെങ്കിലും എഴുതിയോ 2 ലൈൻ ബുക്കിൽ നിങ്ങള്? ഇഷാനി, 2 ലൈൻ ബുക്ക് ഉണ്ടോ കയ്യില്? മിസ്സിനെ ഒന്ന് കാണിച്ചു തന്നേ, നോക്കട്ടെ. ഏതെത്തി? മിസ്സിന് മനസ്സിലാവുന്നില്ലേടാ. ഏതാക്ഷര എഴുതിയ ഇഷാനി? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ. അൺമ്യൂട്ട് ചെയ്തിടാട്ടെ. ഓക്കെ, സായാണോ എത്തിയത്? അപ്പൊ അത്രേ എഴുതിയുള്ളൂ 2 ലൈൻ ബുക്കില്. നമ്മൾ അക്ഷരദീപം വെച്ച് മുമ്പോട്ട് പോകാനല്ലേ പറഞ്ഞത്? ലേറ്റ് ആയോ? അപ്പൊ ഇനി ഇന്ന് എന്ത് എഴുതണം? റാ എഴുതി, രാ എഴുതി, നായു എഴുതി, തായു എഴുതി, സായു എഴുതി അല്ലേ? അപ്പൊ നെക്സ്റ്റ് പായല്ലേ അടുത്തത്? അത് ഇന്ന് എഴുതണം. അത് കഴിഞ്ഞ് നമുക്ക് എഴുതാം കേട്ടോ. അപ്പൊ അത് കംപ്ലീറ്റ് നമ്മൾ അക്ഷരദീപത്തിൽ എഴുതിയത് അതേപടി അതുപോലെ എഴുതി പോണം കേട്ടോ. അത് ഫോളോ ചെയ്ത് നമുക്ക് 2 ലൈൻ ബുക്കിലും എഴുതണം. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി ആവുമ്പോ 2-ലും എഴുതുമ്പോൾ നിങ്ങൾ ഒരുപാട് പഠിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും അങ്ങനെ എഴുതണേ. അപ്പൊ അക്ഷരദീപത്തിലും 2 ലൈൻ ബുക്കിലും എഴുതിയിട്ട് ഫോട്ടോ ഇടണം, ഗ്രൂപ്പിലിടണം, എല്ലാവരും ഇടണം. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് എഴുതാം കേട്ടോ. അത് കഴിയണം എല്ലാം, വരെ എഴുതണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2 ലൈൻ നോട്ട്ബുക്കിൽ എഴുതാം. ഇത് എഴുതി കഴിയട്ടെ. അപ്പൊ ആദ്യം നമ്മൾ റാ എഴുതണം, 2 ലൈൻ ബുക്കിലും എഴുതണം, അക്ഷരദീപത്തിൽ എഴുതി അതേപോലെ എല്ലാം ഒരു പേജ് വെച്ച് അങ്ങ് എഴുതി പോണം. അപ്പൊ നമ്മൾ നല്ലപോലെ പഠിക്കും കേട്ടോ. അപ്പൊ ഇന്ന് സായല്ലേ ഉള്ളത് അല്ലെ ഇഷാനിയുടെ ബുക്കില്? അതുപോലെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവുമല്ലോ അക്ഷരദീപത്തിൽ ഇല്ലതുപോലെ തന്നെ. സാ കഴിഞ്ഞ അക്ഷരദീപം ബുക്കിൽ ഏതാ ഉള്ളത് അത് വെച്ച് അതന്നെ എഴുതുക ഇന്ന് കേട്ടോ. മിസ്സിന്റെ അക്ഷരദീപം ബുക്കിൽ ഇല്ല,
അതുകൊണ്ടാണ് നെക്സ്റ്റ് ചെയ്ത ലെറ്റർ എന്ന് പറയാത്തത്. അപ്പൊ നിങ്ങൾ അത് വെച്ച് എഴുതണം. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. എല്ലാവർക്കും വിശക്കുന്നുണ്ടോ? എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നോ? കഴിച്ചോ മക്കളെ എല്ലാവരും? അപ്പൊ എന്ന് വിശക്കുന്നുണ്ടാവും അല്ലേ? ഓക്കെ, മിസ് വേഗം ക്ലാസ് മതിയാക്കലായി കേട്ടോ. അപ്പൊ നമ്മൾ ആയും പഠിച്ചു. ആ അമ്മ എന്നുള്ളതും ആന എന്നുള്ളതും അക്ഷരം പഠിച്ചു. ഓക്കെ, അപ്പൊ നമ്മളത് സ്ലേറ്റിൽ എഴുതി പഠിക്കണം. ഇത് നോട്ട് ബുക്കിൽ അവിടെ എത്തുമ്പോഴേക്ക് ഇത് എഴുതി പഠിക്കുക കേട്ടോ. ഓക്കെ, പിന്നെ എല്ലാവരും അത് ചെയ്യണേ. അതുപോലെ അക്ഷരദീപം 2 ലൈൻ ബുക്കിലും നിങ്ങൾ അക്ഷരദീപത്തിൽ എഴുതുന്ന വെച്ചിട്ട് തന്നെ എഴുതണം 2 ലൈനിലും. ഓക്കെ, ഗുഡ്. ആദിഷ് എവിടെ എത്തി? ആദിഷിന്റെ 2 ലൈൻ ബുക്കില് 2 ലൈൻ ബുക്ക് എഴുതിയോ? എഴുതുന്നുണ്ടോ? ഓക്കെ, അക്ഷരദീപത്തിൽ എഴുതി തന്നെ എഴുതിക്കോ കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ഇപ്പൊ കഴിയാറാവും. നിങ്ങൾ അക്ഷരദീപം ബുക്കിൽ എഴുതുന്നത്, അതായത് ആദ്യം റായാണ് അക്ഷരദീപത്തില്, പിന്നെ രാ, പിന്നെ ന, അങ്ങനെ ആയിരിക്കും. തായോ നായോ, താ കഴിഞ്ഞ് നായെന്ന് തോന്നുന്നു. ന, സ, പ, വ, ല, ള, ന, ഇത്രയൊക്കെ ഉണ്ടല്ലോ അതില്. അതേപോലെ തന്നെ നോട്ടിലും എഴുതണം നിങ്ങൾ 2 ലൈൻ ബുക്കിൽ മലയാളത്തിൽ. ഈയും പഠിച്ചോ? ഇവിടെ ഫാത്തിമ സിദ്ദിഖ് ഈയും പഠിച്ചു. സൂപ്പർ. ഓക്കെ, അപ്പൊ ആ എഴുതണം, സ്ലേറ്റിൽ എഴുതി പഠിക്കണം. അതുപോലെ കോപ്പി 2 ലൈൻ ബുക്കും നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് പോണേ മക്കളെ കേട്ടോ. ആരോട് അങ്ങോട്ട് നോക്കുന്നു? ആരോട്? ഓക്കെ, ഇവിടെ ഒരു ടീച്ചർ ഉണ്ട്. ടീച്ചറിനെ നോക്കിയാ മിസ് കാണണോ നിങ്ങൾക്ക്? നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിയാറായി. എല്ലാ മക്കളും പോയിട്ട് ഭക്ഷണം കഴിച്ചോ കേട്ടോ. ഓക്കെ, നല്ല കറിയിലാക്കി വെച്ച് കാത്തിക്കുന്നുണ്ടാവും അല്ലേ? ബൈ, സീ യു. ഓക്കെ.